നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മന്ത്രിസഭയിലെ കലാപകാരികളെയും പാർട്ടിയിലെ അസംതൃപ്തരെയും ഒരേ സമയം ഒതുക്കാൻ ലക്ഷ്യമിട്ട് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊരുങ്ങുകയാണ് പിണറായി വിജയനെന്ന് CPM കേന്ദ്രങ്ങൾ സൂചന നൽകുന്നു. മന്ത്രിസഭയിൽ 3 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിരോധം ഉയരുകയാണ്. അതേസമയം പാർട്ടിയിലും പിണറായിക്കെതിരെ ശക്തമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വിവരം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അനുഗ്രഹാശിസുകളോടെ പാർട്ടിയിൽ നടക്കുന്ന ഈ നീക്കത്തിന് കണ്ണൂരിലുള്ള ചില പ്രമുഖ നേതാക്കളും ചുക്കാൻ പിടിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയിലും സർക്കാരിലും തൻ്റെ പിടി ഒന്നുകൂടി ഭദ്രമാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. 3ാം വട്ടവും തൻ്റെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പാർട്ടിയുടെ ഉന്നത നേതാക്കളെ പിണറായി വിജയൻ അറിയിച്ചു കഴിഞ്ഞു. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. 3ാം തവണയും കേരളത്തിൽ LDF ഭരണം ഉണ്ടാകുമെന്ന ഒരു സൂചന പാർട്ടിക്കുള്ളിലെ ഏറെക്കുറെ എല്ലാ നേതാക്കൾക്കും പിണറായി വിജയൻ നൽകിയിട്ടുണ്ട്. അതിന് അനുസൃതമായ ഇന്റലിജൻസ് റിപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പിണറായി വിജയൻ ഇനി 3ാം തവണയും മുഖ്യമന്ത്രിയായാൽ തങ്ങളെ വെട്ടിയെരിയുമോ എന്നുള്ള ഭയവും കുറേ നേതാക്കൾക്കുണ്ട്. 3ാം തവണയും താൻ മുഖ്യമന്ത്രിയാകും എന്ന് കാണിച്ച് ഭയപ്പെടുത്തിയാണ് സർക്കാരിനെയും പാർട്ടിയെയും പിണറായി തൻ്റെ കൂടെ നിർത്തുന്നത്. പിണറായിക്കെതിരെ പാർട്ടിക്കുള്ള നീക്കങ്ങളെ എല്ലാം തടയിടാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധം 3ാം തവണയും CPM അധികാരത്തിൽ വരും എന്നതാണ്. CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിണറായി തന്നെയാണ് മുഖ്യമന്ത്രി. പിണറായി മുഖ്യമന്ത്രിയായാൽ പിന്നെ ഇപ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്ന ഒരാളെയും അദ്ദേഹം പാർട്ടിയിൽ വച്ചു വാഴിക്കില്ല. അത്രയേറെ കർശനക്കാരനും ദൃഢമനസ്സുള്ളവനുമാണ് പിണറായി വിജയനെന്ന് പാർട്ടിയിലെ നേതാക്കൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ അവർ അല്പം ഭയത്തോടു കൂടിയാണ് പിണറായിക്കെതിരെ കലഹിക്കുന്നത്. മന്ത്രിസഭയിലെ 3 മന്ത്രിമാർക്കെതിരെ ചില കടുത്ത നടപടികൾ പിണറായി വിജയൻ എടുക്കാൻ പോകുന്നുവെന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. ഏതായാലും 2 മന്ത്രിമാരെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ആരാണെന്നുള്ളത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഘടകകക്ഷിയിലെ P ശശീന്ദ്രനെയും CPMലെ ശിവൻകുട്ടിയെയും ഒക്കെ മാറ്റുമെന്നാണ് പറയുന്നതെങ്കിലും ആരെയൊക്കെ മാറ്റുമെന്ന കാര്യത്തിൽ പിണറായി വിജയനല്ലാതെ വേറെ ആർക്കും യാതൊരു മനസ്സറിവുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ ആരെ വേണമെങ്കിലും മാറ്റാമെന്നുള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. CPMലെ കലാപം എന്തു വന്നാലും പിണറായി വിജയൻ ഒതുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ നിയമിച്ചതോടെ എല്ലാ നേതാക്കന്മാരെയും അദ്ദേഹം അടിച്ചുകൂട്ടി മൂലക്കിടുകയായിരുന്നു. കണ്ണൂരിൽ ഒരു എതിർസനം പോലും ഇനി പിണറായി വിജയനെതിരെ ഉയരുകയില്ല. അതുപോലെ തന്നെയാണ് പല ജില്ലകളിലും. വയനാട്ടിലും കോഴിക്കോടുമെല്ലാം മുഹമ്മദ് റിയാസിന്റെ അടുത്ത ആളുകളാണ് ജില്ലാ സെക്രട്ടറിമാരായത്. എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിലും ചെറുപ്പക്കാരായ ജില്ലാ സെക്രട്ടറിമാർ വന്നു കഴിഞ്ഞു. അവരും റിയാസുമായി വളരെയേറെ അടുപ്പമുള്ളവരാണ്. പാർട്ടിയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയെ ഏതാണ്ട് കയ്യിലെടുത്തപ്പോൾ സർക്കാരിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. ആ വിമർശനങ്ങളെയും മന്ത്രിസഭാ പുനഃസംഘടന എന്ന ഒറ്റ മൂലിയിലൂടെ ഇല്ലാതാക്കാനാണ് പിണറായി വിജയൻ ഇപ്പോൾ ശ്രമിക്കുന്നത്.